കൂടുതൽ കൂടി കിട്ടുന്ന അവസ്ഥയാണ്. തീർച്ചയായിട്ടും നമ്മുടെ നമുക്കറിയാം ജില്ലയിൽ ഏറ്റവും കൂടുതൽ കിട്ടുന്ന ഈ ഗ്ലോബലി ഇമ്പോർട്ടൻ്റ് സൈക്കിൾ കൂടിയായ കുട്ടനാട് വിട്ട സ്ഥലത്ത് കൃഷിക്കാരൊക്കെ ഇതല്പം കുറഞ്ഞു വരുന്ന സാഹചര്യമുണ്ട്. 34,000 അത് കഴിഞ്ഞ വർഷം ചുരുങ്ങി. തീർച്ചയായിട്ടും നമ്മളിങ്ങനെയുള്ള പറഞ്ഞൊക്കെ തന്നെ കാലാവസ്ഥ വ്യതിയാനം ഉൾപ്പെടെ കൃഷിക്കാരുടെ കൃഷികളൊക്കെ അഡ്രസ് ചെയ്യും. കൃഷിക്ക് മാത്രം 326 കോടി രൂപ ഇത് വകയിരുത്തിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഉദ്യോഗസ്ഥർ നമ്മുടെ ഏറ്റവും പറയുന്നത് മാർക്കറ്റ് കണ്ടെത്തുന്നത് മാർക്കറ്റിംഗ് വലിയ സാധ്യത നഷ്ടപ്പെടും. അല്ലെങ്കിൽ നമ്മൾ പ്രയോജനപ്പെടുത്തുകയും നമുക്ക് ആവശ്യക്കാരെ സപ്പോർട്ട് ചെയ്യാനും താല്പര്യം വിവിധ ഉൾപ്പെടെ നമ്മുടെ ബനാന കർഷകർ ഉൾപ്പെടെ റൈസ് ഉൾപ്പെടെ വിവിധ പ്രവർത്തനങ്ങളൊക്കെ മുന്നോടിയായി കാണിക്കുന്നത് തീർച്ചയായിട്ടും സന്തോഷവും കരുതുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ നാഷണൽ ഓഫീസർ ഉൾപ്പെടെ കേരളത്തിൽ കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടാക്കുന്ന പ്രയാസങ്ങൾ ചെറുതെല്ലാം നിങ്ങൾക്കറിയാം. ശ്രീ അശോക് സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞു 2018 പ്രളയം. അന്ന് എല്ലാവരും പറഞ്ഞു ഇതൊരു 100 കൊല്ലത്തിനിടയിൽ നടക്കുന്ന ഒരു സംഭവമാണ്, ഇനി 100 കൊല്ലം കഴിഞ്ഞേ ഉള്ളൂ എന്നാണ് പറഞ്ഞത്. 2019 വീണ്ടും പ്രകൃതി ദുരന്തങ്ങളും പെരുമഴയും നമ്മളെ തേടിയെത്തി. വീണ്ടും വീണ്ടും വന്നു. ഇപ്പൊ ഇതൊരു വലിയ തുടർച്ചയായി നടക്കുന്ന ഒരു കാര്യമായി നമ്മുടെ ഉള്ളിൽ അനുഭവപ്പെടുകയാണ്. ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഏത് മേഖലയാണ്? കൃഷി കാലാവസ്ഥയെ ആശ്രയിച്ചാണ് നിൽക്കുന്നത്. കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന ഏത് മാറ്റവും ആദ്യം ബാധിക്കുക കൃഷിയെയാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഇതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ, കാലാവസ്ഥാ മാറ്റത്തിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ കർഷകരാണ്. ഈ കർഷകനെ സഹായിക്കാൻ ഇടപെടൽ നടത്താൻ കഴിയുമെന്നാണ് ഞങ്ങളൊക്കെ ആലോചിക്കുന്നത്. ആ ആലോചനയ്ക്കിടയിൽ സാമ്പത്തികമായ സഹായമില്ലാണ്ട് എന്ത് സഹായിക്കാനാണ് നമ്മൾ പറ്റുക? ഏത് സഹായ പദ്ധതിക്കും സാമ്പത്തികം അനിവാര്യമായ ഘടകമാണ്. എവിടുന്ന് പണം കിട്ടും? സംസ്ഥാന സർക്കാരിനെ കൊണ്ട് അത്രയും വലിയൊരു തുക മുടക്കാൻ പറ്റുകയില്ല. പിന്നെ നമ്മൾ പല വഴികൾ തേടി. ആ വഴികൾ പലതും നമ്മുടെ മുമ്പിൽ അടഞ്ഞപ്പോൾ ഒരു വഴി തുറന്നു. അങ്ങനെയാണ് ലോകബാങ്കിൽ നിന്നും ഒരു വായ്പ തരപ്പെടുത്തുന്നതിനെ കുറിച്ച് ആലോചിച്ചത്. ലോകബാങ്കിൽ നിന്നൊരു വായ്പ തരപ്പെടുത്തണമെങ്കിലും കേന്ദ്ര ഗവൺമെന്റിന്റെ അനുവാദം വേണം, സംസ്ഥാന ഗവൺമെന്റിന്റെ അനുവാദം വേണം. അങ്ങനെ നമുക്ക് $285 മില്യൺ ഒരു പദ്ധതിക്ക് അംഗീകാരം കിട്ടി. വേൾഡ് ബാങ്ക് ആ വായ്പ നൽകാം എന്ന് പറഞ്ഞു. നമുക്ക് ഡോളറായിട്ടാണ് ഈ പൈസ എന്നുള്ളത് കൊണ്ട് നമ്മൾ നേരത്തെ കണക്ക് കൂട്ടുമ്പോൾ അത് 2,365 കോടിയാണ്. ഇപ്പോൾ അത് കണക്ക് കൂട്ടുമ്പോൾ ഇന്നത്തെ കണക്ക് നോക്കുമ്പോൾ അല്ലെങ്കിൽ കഴിഞ്ഞ ഒരാഴ്ചയായിട്ടുള്ള കണക്ക് നോക്കുമ്പോൾ അത് 2,595 കോടി രൂപയാണ്. 2,595 കോടി രൂപയുടെ പദ്ധതിക്കാണ് ഇന്നിവിടെ തുടക്കം കുറിക്കുന്നത് എന്നത് സന്തോഷകരമായ. ഇത് പുനർനദി അതിന്റെ ആനുകൂല്യം ഇപ്പൊ വിതരണം ചെയ്യാൻ വന്നതാണ്. അപേക്ഷ ഇനി നാളെ സ്വീകരിക്കാൻ പോവല്ല. കാപ്പി കർഷകരുടെ അപേക്ഷ നാളെ സ്വീകരിക്കാൻ പോവല്ല. കനാലുകൾ വൃത്തിയാക്കുന്നതിനും നവീകരിക്കുന്നതിനും പൈസ മുടക്കാൻ നാളെ മുതൽ അതിന്റെ അപേക്ഷ സ്വീകരിക്കാൻ പോവല്ല. ഞങ്ങൾ എല്ലാ വർക്കും നടത്തി. നമുക്ക് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് എന്നാ ഒരു കാര്യം ചെയ്യാം, ഇത് കഴിഞ്ഞെടുക്കാവുന്നതല്ല. ഞങ്ങൾ ബാക്കിയുള്ള എല്ലാ വർക്കുകളും ഞങ്ങൾ നടത്തി. ഔപചാരികമായ ഉദ്ഘാടനം ഇന്ന് തുടങ്ങുമെന്ന് പറയുമ്പോൾ ഇന്ന് തുടങ്ങി നാളെ മുതൽ അപേക്ഷ സ്വീകരിക്കലല്ല, അതെല്ലാം ഞങ്ങൾ നടത്തി. ആനുകൂല്യത്തിന്റെ വിതരണം കൂടി ഈ വേദിയിൽ നടക്കുന്നു എന്നുള്ളതാണ് ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്യുന്ന ഏറ്റവും വലിയ പ്രത്യേകത. അതിന്റെ പിന്നിലാണ് കുറേയേറെ പേരുടെ അത്യധ്വാനമുണ്ട് എന്ന് ഞാൻ പറഞ്ഞത്. അവർക്ക് ശമ്പളം വാങ്ങുന്നവരൊക്കെയാണ്, പക്ഷെ ശമ്പളം വാങ്ങുന്നുണ്ട് എങ്കിലും ആത്മാർത്ഥതയോടെയും അർപ്പണബോധത്തോടെയും ഡോക്ടർ ബി അശോകിന്റെ നേതൃത്വത്തിൽ ഒരു സംഘം ആളുകൾ, കൃഷി വകുപ്പിലെ ഉദ്യോഗസ്ഥർ, വ്യവസായ വകുപ്പിലെ ഉദ്യോഗസ്ഥർ, മണ്ണ് സംരക്ഷണ വകുപ്പിലെ ഉദ്യോഗസ്ഥർ, കാക്കയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർ, ഡയറക്ടറേറ്റിലും സെക്രട്ടേറിയറ്റിലും ഒക്കെയായി ആ അധ്വാനം ചെയ്തതിന്റെ ഫലമായിട്ടാണ് അവരെ എല്ലാവരെയും ഞാൻ ഹൃദയം നിറഞ്ഞ് അഭിനന്ദിക്കാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. മറ്റൊന്ന്, ആലപ്പുഴ ജില്ലയിൽ പ്രത്യേകിച്ചും ഒരു ആലപ്പുഴ ജില്ലയുടെ ചുമതലയുള്ള ഒരു മന്ത്രി എന്ന തരത്തിൽ ഈ വേളയിൽ ഒരു പ്രഖ്യാപനം കൂടി എനിക്ക് നടത്തേണ്ടതുണ്ട്. അതിന്റെ അങ്ങേയറ്റം സന്തോഷം. ആലപ്പുഴ ജില്ലയുടെ പൊതുവായ വികസനത്തിന്
ജില്ലയുടെ കാർഷിക മേഖല ശക്തിപ്പെടുത്തുന്നതിന് മികച്ച നേതൃത്വം നൽകിയ കളക്ടറാണ് ശ്രീ അലക്സ് വർഗീസ് IAS. അദ്ദേഹത്തിന് ഞാൻ കേരള സർക്കാരിന്റെ ഔദ്യോഗികമായ അഭിനന്ദനം ഞാൻ രേഖപ്പെടുത്തുകയാണ്. നെൽകൃഷിയുടെ വികസനം, വികേന്ദ്രീകൃത നെല്ല് സംഭരണം, വിവിധ കാർഷിക പദ്ധതികളുടെ കാര്യക്ഷമമായ നടപ്പാക്കൽ എന്നിവയിൽ അദ്ദേഹത്തിന്റെ ഇടപെടലുകൾ ശ്രദ്ധേയമായ പുരോഗതി കൈവരിക്കുന്നതിന് ഇടവരുത്തി. ജലസേചന മേഖലയിൽ അദ്ദേഹം നല്ല പ്രാവീണ്യം ഉണ്ടായിരുന്നു. ആ പ്രാവീണ്യവും കുട്ടനാടുള്ള മേഖലയടക്കമുള്ള മേഖലയുടെ ചുമതലക്കാരനും ആ വകുപ്പിന്റെ മേധാവിയുമായി പ്രവർത്തിച്ചിട്ടുള്ള അനുഭവവും എല്ലാം കൂടി അദ്ദേഹത്തിനുണ്ട് എന്നുള്ളതുകൊണ്ട് ആ പ്രാവീണ്യവും അനുഭവവും നമ്മുടെ ആലപ്പുഴ പോലുള്ള ജില്ലയുടെ പ്രത്യേക ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതയും സാഹചര്യമുള്ള ജില്ലയ്ക്ക് ഏറെ ഗുണകരമായി എന്നത് നമ്മുടെയൊക്കെ അനുഭവം.